കാണുന്നത് നമ്മുടെ മുന്നിൽ നിങ്ങൾക്ക് കാണണ്ട. ഇത് ഫ്രണ്ട്സ് ഇത് ആരുടെ ഷൂ എന്നല്ല ഫ്രണ്ട്സ്, നമ്മുടെ ഷൂ എനിക്ക് കൊള്ളു ഫ്രണ്ട്സ്. ഇതിന്റെ സൈസാണ് 36 ഫ്രണ്ട്സ്, ഇതിന്റെ സൈസാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷൂ ഡെക്കറേറ്റിംഗ് ചാലഞ്ച് ആണ് ഫ്രണ്ട്സ്. ആരും ചെയ്യാത്ത ഒരു ഇതിന്റെ ബുദ്ധിയിൽ ഞാൻ രാത്രിയാണ് ഫ്രണ്ട്സ് ചെയ്തത്. അപ്പൊ ബുദ്ധിയിൽ ഇങ്ങനെ ഉദിച്ചു വന്നത് ഷൂ ഡെക്കറേറ്റ് ചെയ്താലോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫ്രണ്ട്സ് 3 പെയർ ഓഫ് ഷൂസ് ആണ് ഫ്രണ്ട്സ്. കണ്ടോ, നല്ല പുതിയ ഷൂ ആണ്. കണ്ടോ അതെ ഫ്രണ്ട്സ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഇതിന്റെ സൈസ് ആണെന്ന് വെച്ചാൽ ഫുള്ള് എനിക്കിടാക്ക. അപ്പൊ എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം എന്റെ ഷൂസ്. അതെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ഒരു പേരെ ചെയ്യുള്ളൂ, കാര്യം രണ്ടും കൂടി ഒരെണ്ണം ഇതിൽ ഒരെണ്ണേ ചെയ്യുള്ളൂ. 2 ചെയ്യാൻ പോകില്ല. പക്ഷെ ഞാൻ ഒന്നവിടെ ഒരു ഷൂട്ട് നടത്തുന്നാണ് പറയാ. അല്ലെ ഇതുപോലെ നല്ലൊരു 2 പേരുള്ളൊരു ഷൂ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ഒന്നാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം രണ്ടും കൂടി ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലെ കാണില്ല, അത് ഉറപ്പാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിന് മുന്നിലുള്ള സർപ്രൈസ് കാണിച്ചു ഫ്രണ്ട്സ്. കുറെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ്. അതിന്റെ ഒരു കളർ ഫ്രണ്ട്സ് ബോ ഉണ്ട്, പിന്നെ സീഷെല്ല് ഉണ്ട് ഫ്രണ്ട്സ്, പിന്നെ ഹാർട്ട് ഉണ്ട്. ഇതൊക്കെ മൾട്ടി കളർ പാസ്റ്റൽ കളേഴ്സ് വരുന്നതാണ്. പിന്നെ ലേസ് ഉണ്ട് ഫ്രണ്ട്സ്, മജന്റ, ബ്ലൂ, ഓറഞ്ച്. പിന്നെ ഇങ്ങനത്തെ ബീഡ്സ് മുത്ത് പോലത്തെ സാധനം ഉണ്ട്. ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഗ്ലാസ്, കണ്ണാടി പോലത്തെ, മിറർ പോലത്തെ പല ഷേപ്പ്, എന്താണ് സ്ക്വയർ, പിന്നെ സർക്കിൾ ഡ്രോപ്സ് ഒക്കെ പോലത്തെ. പിന്നെ ഇവിടെ ബീഡ്സ് ഉണ്ട് ഫ്രണ്ട്സ്. ഇതിങ്ങനെ ലേസ് പോലത്തെ ബീഡ്സ് ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് ഫ്രണ്ട്സ്, ബട്ടർഫ്ലൈ. പിന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇങ്ങനത്തെ ക്രിസ്റ്റൽ ലേസ് പോലത്തെ സാധനം ഉണ്ട്. പിന്നെ കുറച്ച് പൂക്കളും ഉണ്ട്. പൂക്കൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നമ്മുടെ എന്താ ഉള്ളത്, ഫ്രണ്ട്സ് നമ്മൾക്ക് പശുണ്ട് ഫ്രണ്ട്സ്. ഒരാൾക്ക് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ബാക്കി ഒരു പശുണ്ട്. പിന്നെ ഇത് നമ്മുടെ ട്വീസേഴ്സ് ആണ്. ട്വീസേഴ്സും ഫ്ലക്കേഴ്സും പറയും ഫ്രണ്ട്സ്. ട്വീസേഴ്സ് ട്വീസേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഗ്ലൂഗന്റെ സാധനങ്ങളും കത്രിക, അങ്ങനെ എല്ലാ സാധനങ്ങളും. അപ്പൊ ഇന്ന് നമ്മൾ പൊളിക്കും ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഷൂ ഡെക്കറേറ്റ്, ഞങ്ങൾ ഷൂ പണിക്കാരാകുമ്പോൾ. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പറഞ്ഞ ഫ്രണ്ട്സ്, ബൈ ദ വേ ഇത് 8 റൗണ്ട് ആണ് ഫ്രണ്ട്സ് വരുന്നത്. 8 സാധനങ്ങളുണ്ട്, 8 റൗണ്ട് ആണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാ ചാലഞ്ചും പോയി എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളാണ് ഇതിന്റെ വിന്നേഴ്സ് പറഞ്ഞപ്പോ 8th ലാസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നമ്മളെപ്പത്തെ പേരുണ്ട്, തക്കുടു, തുക്കുടു, ആ സാധനം പോലത്തെ എല്ലാ പ്രാവശ്യത്തെയും പേരാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ചൂസിനൊന്നും പേരുണ്ടില്ല, പേരൊന്നും ഉണ്ടില്ല. അപ്പൊ ഇതിൽ നിങ്ങളാണ് നമ്മുടെ വിന്നേഴ്സിനെ ഇതാക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പോയിട്ടില്ല ഫ്രണ്ട്സ്, ഫുള്ള് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ഏറ്റവും ഭംഗിയുള്ള ആടാന്ന് കമന്റ് ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും എല്ലാ പ്രാവശ്യം പോലെ ഞാനാണ് ജയിക്കാൻ പോണത്. കച്ചറാവും, നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം വരുന്നത് ഇതാണ് നമ്മുടെ മൾട്ടി കളർ ബീഡ്സ്. അപ്പൊ നമ്മൾ കാക്കക്ക് ഏതാ കിട്ടേണ്ടതെന്ന് ആഗ്രഹം. എനിക്ക് അങ്കും അങ്ങനൊന്നും ഇല്ല ഫ്രണ്ട്സ്. ചേരാട്ടൊന്നുമില്ല, ശീശലാണ് മതി. ഞാനത് തുറക്കും. ചേരാട്ടൊന്ന് ഫ്രണ്ട്സ്, അസൽ സീഷലാണ്. ശരിക്കും ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ചേരാട്ടല്ല, ഇത് സീഷലാണ്. സീഷൽ കടലുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ഇനങ്ങളിൽ പെട്ട ചേരാട്ട ഫ്രണ്ട്സ്. അത് പറഞ്ഞ സീഷലാണ്. നമുക്ക് കത്രിക, ഫാദർ കത്രിക ഫ്രണ്ട്സ്. നമ്മുടെ പപ്പ ക്യാമറമാൻ ആണ്. പപ്പ ഹായ് പറയൂ. പപ്പ ഹായ് പറയൂ. അതെ ഫ്രണ്ട്സ്, പപ്പ ഹായ് പറയൂല, അപ്പൊ ക്യാമറയുടെ ബാക്കിലാണ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകും ഫ്രണ്ട്സ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്കൊരു കോഫി ബീന്റെ ഒക്കെ ഒരു ഓർമ്മയില്ല ഫ്രണ്ട്സ്. നമ്മൾ ഒരു പേരല്ല ഫ്രണ്ട്സ്, ഒന്നാണ്. കാക്കൊക്കെ ചൂടുകൊണ്ടാണ് കളിക്കുന്നത് ഫ്രണ്ട്സ്. ഡേഞ്ചറസ്. കുട്ടികളും ആരും ഗ്ലൂഗൺ വെച്ച് കളിക്കരുത്. ഇത് വളരെ വളരെ വലിയ കുട്ടിയാണ്. പക്ഷെ ഞാനൊക്കെ സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഫ്രണ്ട്സ് വിചാരിക്കുന്നത്, ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കാണ്. ഇതൊക്കെ
ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കാൻ ഞാൻ അവിടെ ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ വെച്ച് പോയി. ഞാൻ ക്യാമറ ഓഫ് ആക്കി വെറുതെ ഇങ്ങനെ വെച്ചു അവൻ എന്റെ ഐഡിയയിൽ അങ്ങനെ വെച്ച് നല്ല രസമുണ്ടല്ലോ. നല്ല രസാക്കി ഓന് നല്ല രസം. ഞാൻ ചൂടാണ് ഞാൻ അങ്ങനെ വെച്ചോ. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പോണേ. ഞാൻ വില പോലൊന്നല്ല, ഞാൻ വളരെ ഫാസ്റ്റ് ആൻഡ് സീരിയസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പിങ്ക് വെച്ചിട്ട് തുടങ്ങാണ് ഫ്രണ്ട്സ്. കാരണം ഞാൻ പിങ്ക് ആണ് ഇട്ടിട്ടുള്ളത്. ഞാൻ തുടങ്ങാൻ പോണേ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ കൊറേ ഇപ്പൊ അത് നിർത്തണില്ല കഴിഞ്ഞ ഉടനെ മൂടിയേക്കാം. ഇതെന്തെങ്ങനെ അതങ്ങനെ വരും. തുടങ്ങാം. അപ്പൊ ഞാൻ തുടങ്ങി ഗൈസ്. എന്റെ തുടങ്ങി ഫ്രണ്ട്സ്. ഞാൻ ചൂടാവുണ്ടോ? എന്തൊരു സാധനാണത്. ചൂടുണ്ടോ നോക്കാന്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇതാണ് ഫ്രണ്ട്സ്. ഇങ്ങനെ ഒട്ടിച്ച കൈമാവൂല. അപ്പൊ നമ്മൾ ഇനി ഇവിടെ എടുത്തിട്ട് ഒട്ടിക്കാണ്. കണ്ടോ ഫ്രണ്ട്സ്, ഇന്ത്യന് എന്തൊരു ഭംഗിയാ. നോക്കൂ നിങ്ങൾ. നോക്കട്ടെ, ഇങ്ങോട്ടൊന്ന് കണ്ടോ ഫ്രണ്ട്സ്. കാക്ക ഫ്രണ്ട്സ്, കാക്ക എന്തേലും കണ്ടറിയും അതിന്റെ ഐഡിയ ആണല്ലോ. അതിന്റെ ഐഡിയ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ഞാനാകുമ്പോ എന്ത് ചെയ്ത് കുറച്ച് വെറൈറ്റി കാക്ക ഫ്രണ്ടിലാക്കി ഞാൻ ബാക്കിലാണ്. ഹലോ, ഇതോടെ ഒറ്റ അടിയായിരുന്നു കാക്ക ഫ്രണ്ടില്, ഞാൻ ബാക്കിലാണ്. അതെങ്ങനെ? അത് വേറെ ഐഡിയ. സീഷൽ ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായി ഫ്രണ്ട്സ്. ഇപ്പൊ സീഷൽ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, അപ്പൊ ഇനി ഒരു കളർ, 2 കളറും കൂടെ ഫ്രണ്ട്സ്. എനിക്ക് കൊറേ കളർ ഉണ്ട്. അടുത്ത ലോട്ടിട്ടാലോ? ആയിട്ടില്ല, നമുക്ക് അടുത്ത ലോട്ടിട്ടാണ് അടുത്ത സാധനം ഒപ്പിച്ച് വെച്ചാലോ? അങ്ങനെ ആവുമ്പോ അതൊരു വൈബേ കാര്യമില്ല. അപ്പൊ ഇനി നമ്മൾക്ക് അടുത്ത ലോട്ട് ഫ്രണ്ട്സ് ലേസിനാണ് ഫ്രണ്ട്സ്. അതാണ് ഫ്രണ്ട്സ് ലേസ്. പണ്ടൊക്കെ സത്യത്തിലൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഫ്രണ്ട്സ് മമ്മി ഈ മാളിലൊക്കെ ഞാൻ ലേസ് വാങ്ങിട്ട് വരാ പറയും ഫ്രണ്ട്സ്. എന്നിട്ടാണ് എനിക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ലേസ് ആണ്. ഇത് നോക്കൂ, ഇത് നോക്കൂ. ഇതിന് പറയാ അടിപൊളിയാണ്. അല്ല ഭംഗിയുണ്ട്. അല്ല ഫ്രണ്ട്സ്, ആരെങ്കിലും ഞാൻ പറയില്ല കറക്റ്റ് അല്ല. കാക്കന്റെ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് വന്നിട്ട്. പക്ഷെ ആരുടെ ഭംഗി. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ലേസിനുള്ള നോക്കുന്നത്. ഞാൻ എന്റെ മനസ്സിൽ മജന്റയാണ്. ഓറഞ്ച് കിട്ടുമെന്ന് ആഗ്രഹമില്ല. ബ്ലൂ കിട്ടിയ ഓറഞ്ച് നോക്കി വെച്ചോ. ബ്ലൂ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. അല്ല, എനിക്ക് ബ്ലൂ വേണ്ട. എനിക്ക് മജന്റി ഓറഞ്ച് ഓറഞ്ച് തന്നെ കിട്ടും. എനിക്ക് ഏതിട്ടാലും കുഴപ്പമില്ല. എനിക്ക് മജന്റ അല്ല ബ്ലൂ. എനിക്ക് ഓറഞ്ച് കിട്ടി. ചാത്തന ഓറഞ്ച്. ഞാൻ കൂടിട്ടോ. അതാണ് ഇതാണ് പറയുന്നത്. ഞാനാണ് ആ സൈഡിൽ കൂടി പറഞ്ഞത്. അപ്പൊ സൈഡിൽ ഞാനും സൈഡിൽ കൂടി ആണല്ലോ. ഞാനാണ് അവിടെ ആദ്യം പറഞ്ഞത്. കണ്ടോ ഈ സൈഡിൽ കൂടി രസം പൊട്ടത്തിക്കാണെന്ന് അറിയില്ല. ഞാൻ മനസ്സിലായി എങ്ങനെ ചെയ്യാതെ. ഹലോ 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 ഹലോ, ഞാനും നാലക്കൂടെ ഓട്ടിക്കണത്. ഇപ്പൊ ഫുള്ളിന്റെ കോപ്പി എടുക്കാൻ എങ്ങനെ വെക്കാൻ പറ്റുമോ? അടിപൊളി അടിച്ചോ. അടിപൊളി ഓൾ ഒട്ടിക്കണ്ടേ? കോപ്പി അടിക്കാൻ പറ്റുമോ? കൂടി ഒട്ടിക്കുക. ആരാണ് ലാസ്റ്റ്? ഷൂ ആകുമ്പോ ഒരേപോലെ കാരണം ചിലതൊക്കെ. ഹലോ, ഒരു ഷൂ വാങ്ങിയാ പോരെ. ഏത് അപ്പൊ പല വിലയാണെങ്കിലോ? ഞാൻ മാത്രം ഉണ്ടാക്കിയോ, വേറെ ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഒട്ടിക്കലിങ് തുടങ്ങാണ്. ഫസ്റ്റ് കഴിഞ്ഞോ? അല്ല, ഞാൻ ഫസ്റ്റ് കഴിഞ്ഞില്ലല്ലോ. ഇല്ല, ഇതെങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനൊക്കെ ഒരു കഴിവുണ്ട് നിമിഷ. അങ്ങനെ നമുക്ക് കിട്ടൂല. ഇതെന്താ നിമിഷ അങ്ങനെ വിടർന്ന് വരുന്നു നിമിഷ. അതിനൊക്കെ ഒരു കഴിവാണ്. കാക്കൊന്നും കിട്ടൂല. എന്നാ എന്റെ കഴിവെന്ന് കഴിവുണ്ട്. അയ്യോ, ഇതെന്താ ഇന്റത് ഇവിടെ ലോഡ് ചെയ്തോണ്ടിരിക്കണേ.
ഇവിടെ ഒട്ടിച്ചു ഇതിലിങ്ങനെ ഇറങ്ങി വരുന്ന ഒറ്റക്ക് അതെന്നെ എന്റെ ഒച്ചക്ക് ഇറങ്ങി വരികയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഒട്ടിക്കാൻ പോകണം, കാരണം നമുക്ക് സമയമില്ല, അത് എപ്പോ വേണമെങ്കിലും ഒട്ടാം. അപ്പൊ ഞാൻ എന്റെ കൈ അപ്ലൈ ചെയ്തു. നമ്മൾ ഇവിടെ തുടങ്ങാം. ഞാൻ എന്റെ കൈ കഴിഞ്ഞ കൊല്ലം അപ്ലൈ ചെയ്തു. ഇന്റെ ഇങ്ങോട്ട് നോക്കേ, ഇന്റെ നോക്കണം, ഞാൻ മിൻച ബിബിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ തുടങ്ങാം. അതെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊന്നും അറിയില്ലെന്നല്ലോ. ഞാൻ ഒട്ടിച്ചിട്ട് കാണാം, കാരണം ഒട്ടിക്കാൻ കുറച്ച് പണിയാണ്. ഒട്ടിച്ച് കാണുന്ന ഒരു കണ്ടോട്ടെ ഇതിന്റെ ഇടയിൽ കൂടെ കാക്കാന്റെ ചളി ഫ്രണ്ട്, ചളിയോ കാക്കാന്റെ നിങ്ങൾ കാണാതെ ഇനി മിൻസ് എന്തെന്ന് അറിയാം, അതൊരു വേറെ സെറ്റപ്പ് ആക്കി എടുക്കും. അത് ഉഡായിപ്പിലൂടെ കൊണ്ടുപോകും. അതിനാണ് വണ്ടികൾ കഴിഞ്ഞിട്ട് കാണാറുണ്ട്. അല്ലട്ടോ, കാണിച്ചെടുക്കും ഒട്ടിച്ചത്. അടിയിക്കാണ് മിൻസ് ഒട്ടിക്കണെന്ന് പറഞ്ഞ കണ്ടോ. എന്താ തീ കൂടി പോണ മിൻച്ച നോക്ക് ഗൈസ്, ഇതാണ് മിൻച്ച. ഞാനാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. വീഡിയോയിൽ എടുത്ത് നോക്കി പെട്ടെന്ന് ചെയ്തു. ഞാൻ കുറച്ച് ഐഡിയ ഉണ്ട് തരും. രണ്ടാളും കോപ്പിക്കോ തിന്നാണ്ട് കോപ്പി കോപ്പിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു മിൻസ അത് കോപ്പി. ഇവിടെ വെറൈറ്റി മീഡിയ ഞാൻ മാത്രം ഇവിടെ വെറൈറ്റി ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ടോ ചെയ്തോണ്ടിരിക്കാണ്. ഇന്റെ കഴിഞ്ഞു കാക്ക കുറച്ച് സ്പീഡൊക്കെ ആവാ. ഇന്റെ കഴിഞ്ഞ ഗായ്സ് കണ്ടോ, ഇന്റെ ബ്ലൂ ആണ്. വാ, ഇന്റെ ബ്ലൂ തിളങ്ങണ നോക്കൂ. ഹായ് ഹായ്. ഷൂ കമ്പനിക്കെല്ലാം എടുക്കുവോ? ഷൂ കമ്പനിക്കാരെ പണിക്കൊണ്ടുപോവോ? നിങ്ങൾ ഏതൊരു ഷൂ കമ്പനിക്കാരന്റെ മിൻസിനെ വിളിച്ചോ, എല്ലാവരും സ്പോൺസർ ചെയ്യാം. പിന്നെ എനിക്ക് സ്കൂളുണ്ട് ഗൈസ്, സോറി നോട്ട് അവൈലബിൾ. ഷൂ ഉണ്ടാക്കാൻ വരും മിൻസ. ഷൂ ഡെക്കറേറ്റിംഗ് മിൻഷ. നല്ല കമ്പനി. എത്ര കായ് കിട്ടണ യൂമയിലൊക്കെയാണ് വിളിച്ചാൽ മതി ഗൈസ്, അല്ലാതെ പിന്നെ അഡിഡാസ്, അത് കല്ല് വേണ്ട, ഗൂച്ചി, അങ്ങനത്തെ വളരെ ലെവലിലുള്ള അതൊക്കെ മതി ഫ്രണ്ട്സ്. എനിക്ക് ഡിയോർ അതൊക്കെ മതി. ഡിയോർ, ലൂയി വിറ്റോൺ, ജിമ്മി ചൂ, അതൊക്കെ മതി. എല്ലാ ഷൂ കമ്പനിക്കാരും പേര് പണിക്ക് പോവാനുള്ളതാണ്. സ്കൂളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടോ എല്ലാവരും പഠിച്ചു വെക്കാന്? അല്ല ഫ്രണ്ട്സ്, അത് ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ ഓരോ പണി ഷൂക്കാം. ഇന്നലെ ഉണ്ട് ഒരാൾ ഗൈസ് എനിക്കൊരു ഷൂന്റെ ഫോട്ടോ. അതെ അഡിഡാസിന്റെ സാമ്പയാണ്, സാമ്പന്റെ ഫോട്ടോ കൊടുക്കണം. എന്താണ് അതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അയച്ചരാ. എന്നിട്ട് മീൻസ് ചെക്ക ഇതെവിടുന്ന കിട്ടാന്ന്. എന്നിട്ട് ഇവിടെ ചെക്ക ഷൂ ലൈവ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ അതിൽ ഓരോരോ കമ്പനിന്റെ ഞാൻ കൊറേ ആൾക്കാരുടെ റീൽസ് ഈ അഡിഡാസിന്റെ റീൽസ് അഡിഡാസിന്റെ കൊറേ അതിന്റെ കണ്ടിരുന്നു. അതെനിക്ക് ആഗ്രഹമുള്ള ഷൂസ് ആണ്. അപ്പൊ കാക്കക്ക് പഴയ ഷൂ പൊട്ടത്തെ പഴയ മോഡലാണ്. അല്ല, ഞാൻ രണ്ട് ഫ്രണ്ട്സ് കാക്കക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ആ 2 അക്കൗണ്ടിൽ ഒന്നിന് ഞാൻ എടാ കുട്ടാ വിളിച്ചു, ഒന്നിന് ഞാൻ എടാ ചെക്കാ നോക്കിയില്ല. ഒന്നില് എടാ കുട്ടത് എവിടെ കിട്ടുക റേറ്റ് അറിയോ, ഒന്നിൽ എടാ ചെക്കാന്ന് എവിടെ കിട്ടുക. അതൊക്കെ സിസ്റ്റേഴ്സ് അല്ലേ, അതിനെന്താ എന്റെ ഇത് കഴിഞ്ഞു. എന്റെ ഇതാ ബ്ലൂ ഒട്ടിച്ചു, മേലക്കൂടി ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു. നിങ്ങൾക്ക് അടുത്ത ലോട്ട് എടുക്കണം. എന്നിട്ടാണ് എന്റെ ബാക്കി പരിപാടി. മീൻസാ ഇത് നാളെ ഒട്ടിച്ചിട്ട് മെല്ലെ ചെയ്താൽ ഞങ്ങളൊക്കെ താണല്ലോ ഇത് പണി. അടുത്ത ലോട്ട് വരട്ടെ. അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് പീസ് അവിടെ വെക്കാൻ പോണ. അടുത്ത ലോട്ട് മിൻസ് കരഞ്ഞെടുക്കാൻ പോണേ. അല്ലാതെ ഒട്ടിച്ചോട്ടോ മറ്റേ അങ്ങനെ എന്തിനും മറ്റൊരു മാറ്റിപ്പോ കാക്കാന്റെ ഫ്രണ്ടിലാണ് എന്റെ ബാക്കിലാണ് ഡോങ്കിന്റെ എല്ലാം ആക്കിയിട്ടുണ്ട്. എനിക്ക് കിട്ടി. ഇത് അടുത്തെന്താ ബ്ലൂ ബീഡ് സൈൻസ് എനിക്ക് കിട്ടി. ഞാൻ നോക്കിട്ടല്ല എന്താ സാധനം. എനിക്ക് ബ്ലൂ കിട്ടി. ലോട്ട് കിട്ട് ലോട്ട് നിക്കറില്ല. ഞാൻ തുറന്നോക്കല. ഞാൻ തുറന്നോക്കിയപ്പോ എനിക്ക് ബ്ലൂ. അതെ കാക്കെന്താ പറയാനുള്ളത്? ഞാൻ തുറന്നോക്കിയപ്പോ എനിക്ക് ബ്ലൂ കിട്ടി. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി ഓൽക്കിട്ടു. എനിക്ക് ബ്ലൂ കിട്ടി. എനിക്ക് മഞ്ഞാണ് കിട്ടി കേട്ടോ. ഏറ്റവും വെറൈറ്റി പറഞ്ഞ ഇൻസിന്റെ ലോട്ടത്തിന്റെ ഉള്ളിലാണ്. ഏറ്റവും വെറൈറ്റി കാക്കാന്റെ മൺകാന്റിക്ക് മേലാണ്. പക്ഷെ ഞാൻ വെറൈറ്റി ആണ്. വെറൈറ്റി ആയിട്ട് താഴെ ഒട്ടിച്ചു.
അതാണ് വെറൈറ്റി. ആണ്. variety ഒക്കെ ഇവിടെ കണ്ടോ? ഒട്ടിച്ചോടേനോ? കണ്ടോ friends? ആകെ 2 സ്ഥലമാണ് താഴെ. ഇതുവരെ നന്നായി കമന്റ് അത് friends ഏറ്റവും ഭംഗി കണ്ടു ഫ്രണ്ട്സ്. ഇവിടെ ഇങ്ങനെ മജന്ത എനിക്ക് അവിടെ എത്തൂല. ഞാൻ അവിടെ ഫ്രണ്ട്സ് കാക്കക്ക് പിന്നെ കുറച്ച് നീളമുള്ള കൈയാണ് അവിടെ എത്തി എങ്ങനെ. Yes. അപ്പൊ ഇനി എന്തായാലും എനിക്ക് പിങ്ക് ഇട്ട് ഫ്രണ്ട്സ്. കാക്കക്ക് കാക്കന്റെ ബ്ലൂല് ബ്ലൂ ഇട്ടി മൻകക്ക് ചെയ്തിട്ട് മഞ്ഞ മഞ്ഞ. മൻകക്ക് ഇവിടെ കളർഫുൾ ആണിത്. Yes, എല്ലാ colour ഉം ഉണ്ട്. ഓറഞ്ച് പിങ്ക്. പക്ഷെ കാക്കാക്ക് എന്താണ് കുറച്ചും കൂടി Dark. ഞാൻ മറ്റേ ഇതിന്റെ മുള്ളു പോലെ പുറത്തേക്ക് വെക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ മുള്ളൊക്കെ ഇങ്ങനെ മുള്ളിങ്ങനെ വെച്ച് എനിക്ക് പിങ്ക് ബീറ്റ്സ് ആണ്. അയ്യോ ഞാൻ കുറച്ച് ഫ്രീക്കാക്കാൻ പോണത് ഒന്നും നോക്കണില്ല. കത്തോട്ടെ കാൽവിടാൻ പറ്റുമത്. ഇഞ്ചൊക്കെ ആളല്ലേ ശരിയാക്കി അതാ ഒന്നൊട്ടിച്ച് കഴിച്ച് ഗൈസ് എപ്പോഴും നമ്മള് വെറൈറ്റി ട്രൈ ചെയ്യാം. എല്ലാരും ഇന്ത്യ കോപ്പി അടിക്കാൻ വെച്ചു കേട്ടോ. കാക്ക ഫസ്റ്റ് കൊണ്ടേക്കും. നിങ്ങളുടെ പറയും ഫുള്ള് കോപ്പി അടിക്കണം. നേരെ ഇങ്ങോട്ട് വെക്കുന്നത് കാക്ക പറയും കോപ്പി അടിക്കണം. ഈ ഉണ്ടി വെക്കണ്ട. ഇന്ത്യ കോപ്പി അടിക്കാൻ പറ്റൂല. ഇതെന്താ എല്ലാം ഇന്ത്യ കോപ്പി അടിക്കും. എന്ത് പരിപാടി ചെറിയ കുട്ടികളെ മാതിരി ഒക്കെ കോപ്പി അടിച്ച ഇങ്ങനെ വെക്കല്ലേ. ഇത് തളിച്ച് വെക്കാൻ പറ്റില്ല. A little later. അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ എന്താ വിചാരിക്കണ പറഞ്ഞ ഇവിടെ ഇങ്ങനെ വെക്കാനാണ്. ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ ഇവിടെ ഈ ഓരോരോ കോർണേഴ്സിൽ നമ്മൾ ഇങ്ങനെ വെക്കാനാണ് എന്റെ മനസ്സ് പറഞ്ഞത്. പിന്നെ ചിലപ്പോ മനസ്സ് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ മനസ്സിനെ ഫോളോ ചെയ്യാൻ പോണ്. അപ്പൊ ഇന്റെ മുള്ളമ്മന്നി ഇവിടെ റെഡി ആയി കൊണ്ടുവെക്കാം. അയ്യോ ഞാൻ എന്റെ പറിച്ചാണ്. മനക്കാള് മുള്ളമ്മന്തിനെ പറിച്ചോണ്ട് എന്താ ഒന്ന് ഒട്ടിക്കുമ്പോ വേറെ ഐഡിയ വരും. അപ്പൊ അതേ രസം വിചാരിക്കും. എന്നിട്ട് അങ്ങനെ കൊറേ നേരെ അത് ഒട്ടിച്ച് ആദ്യത്തെ അതെ അത് ഫസ്റ്റ് ആണ് രസം വിചാരിക്കുന്നത്. A little later. അങ്ങനെ നമ്മൾ റെഡി ആയി ഫ്രണ്ട്സ്. ഇന്റെ ഒരു സൈഡാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിന് വേണ്ടി വേറെ സാധനം ഇവിടെ ഒരു മുള്ളു പൊന്തി നിൽക്കുന്ന സെറ്റപ്പാണ്. കുത്തിയാൽ നിങ്ങൾക്ക് വേദനിക്കും. അപ്പൊ ആരും അടുത്ത് ഇത് പോണ്ട. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്താൽ പോലും കിട്ടൂല. ഇനി ഇന്ത്യ കാണിച്ചു. ഇത് ലേലം ചെയ്യേണ്ടി വരും. മെസ്സിക്ക് ടീഷർട്ട് ലേലം ചെയ്യണോ? താമരപ്പൂവാണ്. ഇതിട്ട് പ്രിൻസ് സ്കൂൾക്ക് പോകാൻ ആലോചിച്ച് നോക്കി. ഇന്ത്യ ഫ്രണ്ട്സ് ഇനി ഞാൻ പറയട്ടെ. ഇതിലൂടെ താമര ഇതിന്റെ ഒരു താമര അവിടെ പോലെ ഇങ്ങനെ താമര. വിരിഞ്ഞ ഫ്രണ്ട്സ് എന്തൊരു ഭംഗിയാ നോക്കുക. പിന്നെ ഫ്രണ്ട്സ് കണ്ടോ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ മുള്ളു പോലെ ഇങ്ങനെ ഏത് സൈഡ് നോക്കിയാലും മുള്ളു മുള്ളു തന്നെയാണ്. കണ്ടോ ഫ്രണ്ട്സ് എന്തൊരു ഭംഗിയാ നോക്കി. എനിക്ക് ഇഷ്ടമായി ഫ്രണ്ട്സ്. കാരണം ഒന്നാമത് ഇതിന്റെ എല്ലാം ഗൈസ് മിഞ്ച് വെറുതെ തള്ളാടി. ഇന്റേതാഴ്ച രസം. നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്. പക്ഷെ ഇന്ത്യ അത്രയും ക്വാളിറ്റിയാണ്. കണ്ടോ ഒരു സ്പർശനം പോലും വെച്ചിട്ടില്ല. കണ്ടോ അതാണ് ഇന്ത്യന്റെ പ്രത്യേകത. ഇന്ത്യനെ തൊട്ടോക്കി കാക്കല്ലേ ഇതിവിടെ വീണിട്ട് പോലും നോക്കില്ല. ഇന്ത്യ എപ്പിന്റെ കുറ്റന്റെ പറ. ഇല്ല എപ്പോഴും ആയിക്കൊണ്ടിരിക്കണു. കാക്കനെ പറഞ്ഞപ്പോ കാക്കന്റെ വീണു. നമ്മളിതിന് മനസ്സിലാക്കേണ്ട ഇതിന് ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഇപ്പൊ കയ്യിൽ വീണു. അതൊരു 2 ഫ്ലിപ്പ് അടിച്ച് വീണിട്ട് പോലും നിലത്തുള്ള മുത്ത് നീങ്ങിയതല്ലാതെ ഒന്നും നടന്നില്ല. ട്രൈ ചെയ്താക്കാം നമുക്ക്. നെക്സ്റ്റ് ലോട്ടാണ് നമ്മുടെ പോകുന്ന പാത്രത്തിരു. നമ്മുടെ ബീച്ചിലുള്ള എനിക്ക് സിൽവർ ഗോൾഡ്. അതാണോ? ബ്രോൺസ് കിട്ടണ്ട. മിറർ എനിക്ക് മിറർ സർക്കിൾ. 2 സർക്കിളോ? എനിക്ക് മിറർ സ്ക്വയർ ആണ്. മിറർ ഡ്രോപ്പ് ആണ്. എനിക്ക് സ്ക്വയർ ആണ്. എനിക്ക് സ്ക്വയർ ഫ്രണ്ട്സ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. മിറർ സർക്കിൾ എനിക്ക് സ്ക്വയർ ആണ്. കാക്കയുടെ കയ്യിലാണ് മിറർ സർക്കിള്. ഇങ്ങനെയാണ് വേണ്ടി നോക്ക. എനിക്ക് സർക്കിളാണ്. എനിക്കാണ് സ്ക്വയർ. നിങ്ങൾ എന്ത് തേങ്ങ കാണുന്നത്? മനക്കാക്കൊക്കെ ഡ്രോപ്പ് ആണ്. അപ്പൊ നമ്മൾ ഇനി പൊട്ടിക്കാൻ പോവാ. എന്തൊക്കെ കാട്ടുണ്ട്. പൊട്ടിക്കുക. ഞാൻ ഇപ്പോൾ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഇപ്പൊ ഇതിനെ ലൈക്ക് ചെയ്യാ ഫ്രണ്ട്സ്. ഇതേപോലത്തെ കിള്ളൻ ചാലഞ്ച്. കണ്ണാടി വെക്കും. അതെന്താ ചെരുപ്പടൂര് നോക്ക ഫ്രണ്ട്സ്. മേക്കപ്പ് ഇട്ട് തീക്കാൻ നോക്കല്ലേ? അതെ ഫ്രണ്ട്സ്. കണ്ണൊക്കെ ഇതുണ്ടെങ്കിൽ ചെരുപ്പടൂര. ഒരു സൈഡില് മുള്ളും ഒരു സൈഡില് കണ്ണടി. എനിക്ക് ഇന്റെ ഐഡിയ എങ്ങനെ അറിയോ? ഈ ഇങ്ങോട്ട് വരും ഫ്രണ്ട്സ്. പപ്പ ഇങ്ങോട്ട് വരും. ഈ ഇങ്ങനെ ഓരോരോ ഇത് കണ്ടോ? ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇന്റെ ഐഡിയ എങ്ങനെ അറിയാം? ഈ ഒരു ഇത് വരും അതിന്റെ ഇവിടെ എന്താ
അതാണ് എന്റെ ഐഡിയ പറഞ്ഞ. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിക്കും. ഇനി നിങ്ങൾ മിൻസയുടെ പൂ വിരിഞ്ഞ പൂക്കളാണ് കാണാൻ. ഞാൻ സ്ക്വയർ ആയിട്ടല്ല വെക്കണത്. ഞാൻ സ്ക്വയർ ആയിട്ടല്ല, ഇത് സ്ക്വയർ ആണ്. ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സ് വെക്കാൻ പോണത്. ഇങ്ങനെ കണ്ടോ, ഒന്നുമില്ല ഇങ്ങനെ. ഞാനിപ്പോഴും ഒരു ഹാർട്ട് വരച്ചോണ്ടിരിക്കാണെന്ന് പറഞ്ഞത്. അത് മാറി നിൽക്ക്. ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല. വെടിച്ചു കൊല്ലും ഞാൻ. മനക്ക് നിർത്തി എന്താ മനക്ക് ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യണില്ല. ഹാർട്ടാണോ നോക്കണേ? കാക്ക ഇവിടെ സൂക്ഷ്മതിന്മേ കാക്ക അടിയിലാണ് ഫ്രണ്ട്സ് ഒട്ടിക്കുന്നത്. കാക്കാക്കി ജയ്. ഞാൻ വെറുതെ ഫ്രണ്ട്സ് കാക്കനെ ആരും സപ്പോർട്ട് ചെയ്യണ്ട. മീൻസാക്കി ജയ്. സപ്പോർട്ട് ചെയ്ത് എന്താ ചെയ്യാ? എന്ത് ചെയ്യാനല്ലേ? ഒന്നും ചെയ്യാനില്ല. മീൻസ് സപ്പോർട്ട് ചെയ്തു. ഇന്റെ ഫാൻസ് സപ്പോർട്ട് ചെയ്തോളൂ. ഇന്റെ ഫാൻസ് ആണ് ഒക്കെ ഉള്ളത്. സപ്പോർട്ട് ചെയ്യാൻ ഡൗൺ ആക്കി കണ്ട. 5 minutes later. അങ്ങനെ നമ്മൾ എന്തായി? എനിക്കറിയില്ല. നമ്മുടെ മിറാദ് മനക്ക പറയാൻ പോണു. മനക്കൊക്കെ പറയാം. ആദ്യം ഞാൻ ഇന്റത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കാണ്. ഫസ്റ്റ് അവിടെ ഒരു പൂവുണ്ട്. പിന്നെ അവിടുത്തെ ഡിസൈൻ മാറിക്ക അവിടുന്ന്. എന്നിട്ട് ഇവിടെ ഇതുണ്ടോ, ഇത് ഇങ്ങനെ 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 ഫുൾ ഒരേ കളറാക്കി. പിന്നെ ഇവിടുന്ന് നമ്മളെ സ്റ്റിക്കറാണ് ഒട്ടിച്ചു തുടങ്ങി. ഒരു സാധനം ഇവിടെ ചാടിപ്പോയി. ഫോട്ടോ നോക്കാം. ഇതവിടുത്തെ ഫ്രണ്ട്സ് നമ്മളുടെ മിറർ ഇതിപ്പോ മിൻസ തൊട്ടോടി പോകാനാണ് ഫ്രണ്ട്സ്. ഇങ്ങനെ ആക്കി നമുക്ക് മിൻസന്റിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇതിന്റെ ഇവിടെ ഒരു താമരയുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ സീഷ്യലുണ്ട്. പിന്നെ ഞാനിവിടെ ലേസ് കൊടുത്ത്. ഇത് നോക്ക് ഫ്രണ്ട്സ്, ഇതിന്റെ ബുദ്ധി. ഞാൻ സ്ക്വയർ ഉള്ളത് ഇങ്ങനത്തെ ഷേപ്പ് ആക്കിയാണ്. ഇങ്ങനെ കോണ് പോലെ ഇങ്ങനെ ഈ ഒരു ഉള്ളില് ഫ്രണ്ട്സ് ഇങ്ങനെ 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 നോക്ക് ഫ്രണ്ട്സ്. ഞാൻ ഇവിടുന്ന് ബാക്കിന്ന് തുടങ്ങിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, എനിക്ക് ഇഷ്ടമായി ഫ്രണ്ട്സ്. ഇതുവരെ മൻകാന്റെ ഡ്രോപ്സ് ഇഷ്ടപ്പെട്ടില്ല. മൻകാന്റെ മിറർ ഇതില് ബോളാണ് ഏറ്റവും രസം. അപ്പൊ ഈ കളർഫുൾക്ക് ഒരു കണ്ണാടി വരുമ്പോ ഒരു രസം കിട്ടണല്ലോ. അപ്പൊ ഞാൻ എല്ലാം ഒഴിവാക്കിയത്. അങ്ങനെ പറ്റുമോ? പക്ഷെ കുഴപ്പമില്ല. നമ്മള് മൻകാ അപ്പൊ ഞാൻ ഫുള്ള് ഡിസൈനില് കണ്ടോ. കാക്കനും ഞാൻ ജസ്റ്റ് കാക്കനല്ല ഇവിടെ ഫുള്ള് കളറാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു പിങ്ക് ഒരു എന്താ കൊടുക്കുക, ഒരു ലൈവ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാക്കനെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കോപ്പി എടുത്തിട്ടുണ്ട്. കാക്ക ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് കാക്കൻ എന്ത് പിന്നെ ആ ഓറഞ്ചിനാ ഇങ്ങനെ കുറച്ച് ഭംഗിയൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ് അടുത്ത ലോട്ടാണ്. ഇത് നമ്മുടെ ബീഡ്സിനുള്ള ലോട്ടാണ്. മീൻസ് ഇത് നമ്മുടെ തിരിഞ്ഞ ബീഡ്സ് ആണ്. ഇത് എങ്ങനെ ഒട്ടിക്കാന്നാണ് രസം. ഇപ്പൊ തന്നെ കമന്റ് അത് ട്രാൻസ്ഫോർമേഷൻ. അത് കുഴപ്പമില്ല. അടുത്ത ലോട്ട് ഞാൻ ഇനി നമ്മൾ അടുത്ത ലോട്ട് ഇടാൻ കിട്ടിയോ? അഞ്ചാമത്തെ ലോട്ട് ഇട്ട് 5 ഇനി എത്ര 8 ഇതിനടുക്കണില്ല. എനിക്ക് ഇതില് ഭാഗ്യം കിട്ടണില്ല. എനിക്ക് ഗോൾഡൻ സിൽവർ മൻകാക്ക് ഒന്നാമത് ഒരു ഓറഞ്ച് തീമാണ്. അതെ ഫ്രണ്ട്സ്, കാക്കാക്ക് ഒരു ഗോൾഡ് തീമാണ്. എനിക്ക് സിൽവർ തീമാണ്. പിന്നെ മൻകാക്ക് കല്ലിൽ തന്നെ ഓറഞ്ച് ഉള്ളതുകൊണ്ട് ബ്രോൺസ് നല്ലതാണ് ഫ്രണ്ട്സ്. പക്ഷെ കാക്ക ഗോൾഡുകാരനാണ്. ഗോൾഡ് കൊണ്ട് കാട്ടിന് നമ്മൾ മാലിട്ട് കൊടുക്കുക ചെരുപ്പിന്. എന്തായാലും നമുക്ക് ഇനി ഇത് ആലോചിക്കാം. ഞാനിവിടെ കൊട്ടിക്കാൻ തുടങ്ങി. കാക്കും തുടങ്ങിയിട്ട് ആലോചിക്കാം. ഓ മിൻസ അത് ഇന്റെ സ്റ്റൈലായിരുന്നല്ലോ. അത് കാക്കാനല്ലേ നിനക്കറിയാം ഫ്രണ്ട്സ്. ഞാൻ കാക്കാന്റെ കോപ്പി അടിച്ചതാ ഫ്രണ്ട്സ്. വെറുതെ പറയാം ഫ്രണ്ട്സ്. നിങ്ങൾ അടിയിലൊട്ടിക്കണത് സമാധാനം. ഞാന് ഒക്കെ വെറൈറ്റി ഒക്കെ ചെയ്യണ്ടേ. ഞാൻ ഇവിടെ ഒട്ടിക്കാൻ മിൻസ കൊണ്ടേ സമാധാനം. നിങ്ങളേതാ മേലല്ലോ അല്ല അടിയിലല്ലോ. അപ്പൊ ഇന്റെ ബ്രൗൺ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അടിയിൽ ഇങ്ങനെ എന്താ ഇവിടെ വരെ ബ്രൗണിനോട് അനുബന്ധിച്ച് തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ ഇത്ര എത്തി ഫ്രണ്ട്സ്. ഞാനിത് എന്റെ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ സിൽവർ ലേസ് അങ്ങനെയുള്ള പറയണത്. അടുത്ത എനിക്ക് ഗോൾഡ് ആണ് കിട്ടിയത്. അപ്പൊ ഇന്റത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനത്തെ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ഏകദേശം അതേപോലെ തന്നെയാണ് ഗൈസ്. ഇന്റത് ഫുള്ളിന്റെ കാക്കന്റെ മേലല്ലേ. ഇന്റത് ബ്രൗൺ കളറാണ് കിട്ടിയത്. യെസ്. അപ്പൊ ഞാൻ അത് കാക്ക പറഞ്ഞ പോലെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇതേ സ്ഥലത്തേക്ക് തന്നെ എത്തി ഗൈസ്. ഇന്റത് പിന്നെ കുറച്ച് ഞാൻ എപ്പോഴും വലുതൊക്കെ വേറെ വേറെ ഫ്രണ്ട്സ് ചെയ്യല്. ഞാൻ മേലെ
മേലെ ഈ ടോപ്പിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അടുത്ത ലോട്ടർ നമ്മുടെ ബട്ടർഫ്ലൈ അടുത്ത ലോട്ടർ എത്തട്ടെ. എനിക്ക് മൾട്ടി കളർ കിട്ടണേ മൾട്ടി കളർ മിൻസ് എന്ത് പറയുന്നു? എനിക്ക് ഡാർക്ക് ആൻഡ് യെല്ലോ ആൻഡ് ഡാർക്ക് ബ്ലൂ. ഏകദേശം ഫുള്ള് ഇതല്ലേ ഇതിന്റെ മൾട്ടി കളർ? ഡാർക്ക് ആൻഡ് യെല്ലോ ആൻഡ് ബ്ലൂ. ഡാർക്ക് ബ്ലൂ. ബ്ലൂയിലേക്കുള്ള പോണേ. ഭാഗ്യം കുറച്ച് കൂടുതലാണ്. ഞാൻ ആലോചിച്ച എല്ലാ സാധനങ്ങളും എനിക്ക് ഏത് പക്ഷെ എനിക്ക് ആ സാധനം നിങ്ങളുടെ കാട്ടി ഇത്ര ഭംഗിയിൽ പഠിച്ചില്ല. കണ്ട ഫ്രണ്ട്സ് ഇത് പ്ലാസ്റ്റിക് ബട്ടർഫ്ലൈ. കണ്ട ഫ്രണ്ട്സ് എനിക്ക് പല കളറുമുണ്ട്. എന്റെ ഫസ്റ്റത്തെ ബട്ടർഫ്ലൈനെ ഒട്ടിക്കാൻ പോണതാ. ഞാൻ ഇത് ഇവിടെയാണ് വെക്കുന്നത്. ഒരു ഇങ്ങനെ ചെരിഞ്ഞൊരു ഇതിൽ ഇങ്ങനെ ഇങ്ങനെ പറന്ന് നിക്കണ പോലെ നിക്കട്ടെ. എന്റെ ഇവിടെ നിന്നു. ഞാൻ ഈ നടുവിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടെണ്ണം ഒന്നിച്ച് പറക്കാൻ പോവാണ്. ലാൻഡിങ്ങില് അല്ല ലാൻഡിങ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇനി ഒട്ടിക്കലേക്ക് കടക്കാണ്. ഞാൻ ഏറ്റവും മേലെ എന്റെ ഒരൊറ്റ പൂമ്പാറ്റ ഞാൻ വെക്കണം. അതായത് എന്താ വെച്ചാൽ രാജാവിന്റെ ഒരു പവർ ഉണ്ടല്ലോ, ഒരു ഷൂസിന്റെ മേലെ ഒരു അറക്കുന്നില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് ഈ ഷൂസിന്റെ ഓണർ ബട്ടർഫ്ലൈ ആണ്. ഓക്കെ, ഇന്റെ 2 ബട്ടർഫ്ലൈ ഇങ്ങനെ ചെരിഞ്ഞു മറിഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ചെരിച്ചോട്ടെ, തട്ടി മുട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ റെഡും ഗ്രീനും 2 ബട്ടർഫ്ലൈ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നിൽക്കുന്നത്, കണ്ടോ? അപ്പൊ ഇനി ഞാൻ ഒട്ടിക്കാൻ ഞാൻ കാക്കനെ കയ്യോടെ കാത്തിക്കുന്നു ഫ്രണ്ട്സ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പോണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബട്ടർഫ്ലൈനെ എടുക്കും. ഞാൻ ഒട്ടിച്ചു. അങ്ങനെയാണ് എന്റെ ഞാൻ എന്താ ഇവിടെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇന്റത് കിങ് ആണ്, കിങ്. അങ്ങനെ ഇന്റെ സെന്ററിൽ 2 പൂമ്പാറ്റ എനിക്ക് ഇഷ്ടമായി. കണ്ടോ, ബാക്കിൽ ഒന്നും തിരിഞ്ഞിട്ടുണ്ട്. 2 കൂടെ പറന്ന് കിടക്കണ്ടേ. കാക്കനെ പോലെ ആവട്ടെ. ഇത് ഞാൻ വിചാരിച്ചിരുന്നു. ചെയ്യണം. കാക്കനെ പോലെ ഞാനും വിചാരിച്ചോ ഇവിടെ ഇങ്ങനെ ബാക്കിൽ വെച്ചാലോ. എല്ലാരും എന്റെ വിചാരിച്ചത് അങ്ങനെ. ഞാൻ കാക്ക വിചാരിക്കുന്ന മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു. അത് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒട്ടിച്ച് അങ്ങനെ 3 ആളെ വിചാരിച്ചിരുന്നു. അതെ ഫ്രണ്ട്സ്, ഞാൻ പക്ഷെ ഇവിടെ വേറെ എന്തെങ്കിലും അപ്പൊ ഇനി എന്താ നമ്മൾ ബാക്കിയുള്ള അടുത്തിലോട്ട് വരട്ടെ. അടുത്ത സാധനമായിട്ടുള്ള നമുക്ക് വീണ്ടും ഒരു ജെം സ്റ്റോൺ ക്രിസ്റ്റൽ ടൈപ്പ് ഒരു എന്തുണ്ട്, ഒരു മാലയാണ്. അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ബ്ലൂ. എന്താണ് അതിന്റെ ഉള്ളിൽ? അത് കാക്കാന്റെ ആണല്ലോ. കാക്കാന്റെ ബ്ലൂ നമ്മൾ ഇടാന്നാണ്. എനിക്ക് ഒന്നെങ്കിൽ വൈറ്റ്, ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ്, ഒന്നെങ്കിൽ എനിക്ക് ഇയർ ഡ്രസ്സും ആണ്, അല്ലെങ്കിൽ എനിക്ക് വൈറ്റ് വേണം. എനിക്ക് ഗോൾഡ് വേണ്ട, എനിക്ക് ഗോൾഡ് വേണ്ട. എനിക്ക് വൈറ്റ്. കുറച്ച് ഭാഗ്യം കൂടുതൽ. ഇതിലേതാ ഗോൾഡ്? 3 ഗോൾഡ് ആണല്ലോ. ഇതേതാ? 2 പറഞ്ഞ സാധനം 2 സൈഡിൽ പോയി. കിട്ടി. ഓക്കെ, ഇതെന്താ ഇയർ ഡിസെന്റോ? ഇയർ ഡിസെന്റ് ഏതാ? കുറച്ച് കാണാൻ കുറച്ച് ഇതല്ലേ വൈറ്റ്. നല്ല ഭംഗിയുള്ള. ഇത് നല്ല തിളങ്ങുണ്ട്. ഇത് ഞാൻ എടുത്തു ഗായ്സ്. ഇതിന്റെ അവിടെ ഒട്ടിക്കും. അതിമാണ്ട് എല്ലാ കളറും ഉണ്ട്, കണ്ടോ? മീൻസൊക്കെ എന്താ അറിയോ കാക്ക, ഇത്രയും നേരം ഭാഗ്യം കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ കുറച്ചെടുത്ത് നമ്മളിതിനുള്ളിലിട്ട് വെച്ചേക്കാണ്. പുതിയ സ്പെഷ്യൽ കണ്ടോ, അടിപൊളിയല്ലേ? എന്തായാലും കയറിപ്പോയി. നമ്മളിത് എങ്ങനെ ഒട്ടിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ എന്റെ ബുദ്ധി വർക്കേട്ടെ. നമ്മൾ എന്ത് ചെയ്യും? മിൻസ എന്ത് ചെയ്യും? മിൻസ ചെയ്യുന്നത് മിൻസ ചെയ്യണം. അപ്പൊ ഞാൻ കാണിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാ, ഇങ്ങോട്ട് വരും ഫാദർ, കമ്മിയർ. അപ്പോൾ ഞാൻ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഈ ഗേറ്റ് മനസ്സിലായത് ഇങ്ങനെ തലി എന്തത് ഇങ്ങനെ ഫ്രണ്ട്സ്, ഇന്റേതാണ് ഇവിടുത്തെ ഏറ്റവും കുഞ്ഞത്. ഇവരുടെ എല്ലാവരുടെയും കുറച്ച് വലിപ്പുണ്ട്. ഇന്റേതാണ് ഏറ്റവും കുഞ്ഞത് ഈ സാധനം. നിങ്ങളൊക്കെ കുറച്ചുകൂടി കട്ടിയുണ്ട്. മനക്കാരാണ് ഏറ്റവും കട്ടിയുള്ളത്. മനക്കാർ വളരെ അപ്പൊ ഇനി ഞാൻ നമുക്ക് ഒട്ടിച്ചിട്ട് കാണുക.
A little later. അങ്ങനെ നമ്മളുടെ ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഞാൻ ഒട്ടിച്ചത്, നമ്മളെല്ലാവരും ഒട്ടിച്ച ഫ്രണ്ട്സ്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഗോൾഡ് കൊടുത്തിട്ട് അങ്ങനെ കളിക്കല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിക്കാണ്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഗോൾഡ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഗോൾഡ് ഒട്ടിച്ചിട്ട് ഒരു മിനിമൽ ആയിട്ട് ഭംഗിയായിട്ട് മിൻചയ്ക്ക് വേണ്ടിട്ട് അടുത്ത് വരെ നമ്മളെ മുള്ള് വരെ എത്തിയിട്ടുണ്ട്. ഇതോടെ നേരത്തെ പറഞ്ഞതാണ് പക്ഷെ നമ്മള് പറയാന്നുള്ള. പിന്നെ രണ്ട് പൂമ്പാറ്റ നല്ല രസമായിട്ട് നിക്കുന്നുണ്ട്. ബാക്കിൽ ഒരു പൂമ്പാറ്റ, രണ്ട് പൂമ്പാറ്റകൾ കണ്ടു. എന്റെ താമര കണ്ടോ? ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ലെയർ മറ്റേ ചെയിൻ വന്നപ്പോ നമ്മള് ഇതിൽ കൂടി ഇങ്ങനെ ചെയിൻ ഡബിൾ ലെയർ ആക്കി കൊടുത്തു. അപ്പൊ ഫുള്ള് ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇവിടെ ഇങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ എന്റെ രീതിയിലാണ് സീനാണ്. എന്റെ ഒരു പൊത്തു പോരുണ്ട്. യെസ് ഗൈസ്, അപ്പൊ കാക്കാനെ പോലെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇപ്പൊ എന്താ മീൻസൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ സംഭവം. ഇതിന് പേരെന്തേലും ഇയർ ഡസ് എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുൾ ആണ്. അത് ഞാനൊരു സെറ്റ് പോലെ ഇങ്ങനെ കുറച്ച് ഭംഗിയൊക്കെ കൂട്ടി. യെസ് എന്താ ലാസ്റ്റത്തെ റൗണ്ട് ആണ് നമ്മുടെ പൂക്കളുടെ റൗണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അല്ല ഇതന്നെ ഉള്ളൂ. പിന്നെ ഇതന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ പൂമ്പാറ്റ ഉണ്ട്. പൂമ്പാറ്റ എണ്ണം കൂടിയിട്ടാ. ഞാൻ ഫസ്റ്റ് ഒരു രാജാവ് എന്നല്ല പറഞ്ഞു. ഇപ്പൊ 1 2 3 4 5 രാജാവായി. ഓ ഞാട്ടാണ് പറഞ്ഞു. ഞാൻ എടുത്തരട്ടെ. ഏതാ വേണ്ട? ആർക്കൊക്കെ കളർ എനിക്ക് ബ്ലൂ വേണ്ട. എനിക്ക് ഓറഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല ഫ്രണ്ട്സ്. എനിക്ക് പ്രത്യേകിച്ച് സങ്കടവും സന്തോഷവും ഇല്ല. ഇന്റർനെറ്റ് പിന്നെ എല്ലാം എവിടെ ഒട്ടിക്കാനാണ് ഗൈസ്. ഇനി ഇവിടെ ഫുള്ള് ഒട്ടിക്കേണ്ടി വരിക. ബ്ലൂ തന്നെയാണ് കാക്കക്ക്. അപ്പൊ എന്തായാലും ഞാൻ എനിക്ക് ഇനിയും കൊറേ സ്ഥലം ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ഈ പൂക്കൾ വെച്ചിട്ട് അതോട് തീർക്കുന്നു. അതെ ഫ്രണ്ട്സ്, നമ്മളൊരു പൂക്കളം തീർക്കാൻ പോവാ. അതെ ഫ്രണ്ട്സ്. Two hours later. മണിക്കൂറത്തെ ശേഷം ഫ്രണ്ട്സ്, സത്യം പറഞ്ഞ മണിക്കൂറുകളെടുത്ത് ഞാനേക്കും കാക്കി മറ്റേ കുറച്ച് കഴിഞ്ഞപ്പോ പോയ ഫ്രണ്ട്സ്. നിങ്ങൾ ഫ്രണ്ട്സ് ഇന്റെ ഗ്രാൻഡ് റിവ്യൂവിന് മുമ്പ് കാക്കാന്റെ ഗ്രാൻഡ് റിവ്യൂ ഒന്നും കണ്ടില്ല ഞങ്ങള്. വിൻസന്റെ അടുത്ത സംഭവം വിൻസയുടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മളിലേക്ക് പോവാൻ കഴിച്ചു. അപ്പൊ നമ്മളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പൂക്കളാണ്. പൂക്കളല്ല, മുള്ളുകളാണ്. അതിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഹാർട്ടുകൾ വിരിഞ്ഞിട്ടുണ്ട്. സൈഡുകൾ പൂമ്പാറ്റകൾ പറന്നിട്ടുണ്ട്. ഇതിൽ കൂടി ചെയിനുകൾ ഡയമണ്ട്, അയ്യോ ശരിയാണോ, ഡയമണ്ട് ആൻഡ് ഡിമണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും പൂക്കൾ വിരിഞ്ഞു. പൂക്കൾ 3ആയി വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടി ഇങ്ങനെ മിററുകൾ തിളങ്ങുന്നുണ്ട്. ഇതിൽ കൂടി ഇങ്ങനെ വന്ന് അനക്കല്ല മാറിക്കൊണ്ട് എന്നിട്ട് ഇങ്ങനെ ഈ ചെയിൻ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇവിടെയും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ ഒരു ഒറ്റ പൂമ്പാറ്റ നോക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 5 പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിയിൽ കൂടി ചെയിനും മിററും വന്ന് 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 നമ്മളെ ഇതിലേക്ക് തന്നെ എത്തിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. അടുത്തൊരു കാണിച്ചു ഇതാണ് അടുത്ത ഫൈനൽ ലുക്ക്. നമുക്ക് മിൻസെന്റിലേക്ക് പോവാണെങ്കിൽ അല്ല ഇവിടുത്തെ ഏറ്റവും വർക്ക് സൈഡാണ് ഏറ്റവും ഹൈലൈറ്റ്. ഞാൻ ആദ്യം തന്നെ വെക്കാം ഫ്രണ്ട്സ്. ആദ്യം ഞാൻ സീഷെൽസ് വെച്ചിട്ട് ഒരു താമരപ്പൂ കണ്ട ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. താമര വെള്ളത്തിലല്ലേ വിരിയ. താമര ഫ്രണ്ട്സ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് 2 പൂമ്പാറ്റകൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഫ്രണ്ട്സ്. ഇതിന്റെ സൈഡാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇതേ ലേസ് ഡിസൈൻ ആണ്. അത് ഫുള്ളായിട്ട് ഫ്രണ്ട്സ് ഇവിടെ തൊട്ട് ഇവിടെ ഫുള്ള് ലേസ് ഡിസൈൻ ആണ്. പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഗോൾഡനും സിൽവറും ഇവിടെ ലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. മേലെയും ഉണ്ട് ഫ്രണ്ട്സ് ഗോൾഡ്. പിന്നെ ഫ്രണ്ട്സ് അടിയിൽ ഇതാ നമ്മുടെ കണ്ണാടി ഉണ്ട് ഫ്രണ്ട്സ്. ഇത് ശരിക്കും സ്ക്വയർ ആണ്. ഞാൻ കോണ് പോലെ വെച്ചതാണ് തല തിരിച്ചിട്ട്. അതിന്റെ അടിയിൽ വീണ്ടും ഒരു ലേസ് ഉണ്ട് ഫ്രണ്ട്സ്. ഇനി നമ്മൾ ഇങ്ങോട്ട് തിരുമ്പോൾ എന്താണ്, ഇത് കണ്ണാടിന്റെ ലോകാണ്. ഇത് എത്ര സമയം കൊണ്ടാണ് ഫ്രണ്ട്സ്. അതും ഇവിടൊക്കെ കുറച്ച് സ്ഥലം ഫില്ലാക്കാൻ ഞാൻ കത്രിക എടുത്ത് കട്ട് ചെയ്ത് കണ്ട ഫ്രണ്ട്സ്.
ഒപ്പിച്ചു ഫുള്ള് നമ്മുടെ ഫുള്ളായിട്ട് സ്ക്വയർ ഒരു വേക്കൻറ്റ് സ്പേസും ഇല്ല, ഒരു വേക്കൻറ്റ് സ്പേസും ഇല്ല ഫ്രണ്ട്സ്. കണ്ടോ, ഇവിടെയും ഞാൻ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് അതേപോലെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മേലെ ഗോൾഡ്. പിന്നെ ഫ്രണ്ട്സ് ബാക്കിൽ ആരാ ഉള്ളത്? രണ്ട് പൂക്കൾ വിരിഞ്ഞിട്ട് ഞാൻ എല്ലാതും ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇവിടെ എല്ലാം ഫ്രണ്ട്സ് ടോട്ടലി പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര നന്നായിട്ട് ഞാൻ ചെയ്യും വിചാരിച്ചില്ല. ഇത് വരുന്നതിന് മുമ്പ് ഇതിന്റെ സാധാ പോലത്തെ പക്ഷെ ഇത് വന്നോട് കൂടി മാറി ഫ്രണ്ട്സ്. ഈ സൈഡ് നോക്കുമ്പോൾ എന്താണ് കണ്ണാടി പിന്നെ വന്നോ ഇങ്ങനെ ഇത് വാങ്ങിക്കൊടുത്തല്ലോ, അത് ഓർഡർ ചെയ്താണ് ആമസോണിൽ. സംശയമുണ്ട് ഗൈസ് എനിക്ക്. ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് കൊറേയൊക്കെ പിടിയിട്ടിട്ടുണ്ടാവൂലേ ആരാണ്? ഇതാണ് നമ്മുടെ മൻകാൻ. ഇതിന്റെ ഒരു കൊട്ടാരാണ് ഗൈസ്. കൊട്ടാരം. അതെ അതെ, ഈ കൊട്ടാരത്തില് 5 രാജാക്കന്മാരുണ്ട്. 5 രാജാക്കന്മാരുണ്ട്, 5 പൂമ്പാറ്റ കേട്ടോ. പൂമ്പാറ്റ മഞ്ഞ പൂമ്പാറ്റ ഫാൻസ് ഒക്കെ കമന്റ് ഡൗൺ. അതൊക്കെ സ്ട്രാറ്റജിയാണ്. യെസ് യെസ് യെസ്. 5 പൂമ്പാറ്റകൾ ഇവിടെ ഇങ്ങനെ പറക്കാൻ ഇങ്ങനെ പ്ലെയിന് പോലെ ഇങ്ങനെ ഇങ്ങനെ വിടർത്തി നിൽക്കാണ്. പിന്നെന്താ ഇവിടെ കൊറേ കളറിലൊക്കെ ആക്കാനുണ്ടായിരുന്നു. ഇത് ബോയ് ആണ് കണ്ട ഫ്രണ്ട്സ്. ഫുൾ ആയിട്ട് മൾട്ടി കളർ ബോ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഓറഞ്ച്. പിന്നെ അതേ ബോ ഞങ്ങള് പിങ്ക് മാത്രം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 എണ്ണം. അത് മാത്രമേ ഫ്രണ്ട്സ് മുന്നിലും നമ്മുടെ ബ്ലൂ മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാജാക്കന്മാരുടെ ഷൂ ആണ്. രാജകുമാരി ഷൂട്ട് പോലെ അതെ അതെ, അത് വലിയ ടീമാണ്. അപ്പൊ എന്ത് രാജാക്കന്മാരുടെ കമന്റ് ചെയ്യാം. രാജകുമാരി കമന്റ് ചെയ്യാൻ തേങ്ങയാണ്. രാജാക്കന്മാര് രാത്രികളല്ലാത്ത നിങ്ങൾ നോർമൽ ആൾക്കാരുണ്ട്. പിന്നെ ഫ്രണ്ട്സ് മൻകാൻ ഇവിടെ കൂർപ്പ് വന്നിട്ടുണ്ട്. പിന്നെ മനക്ക് ഇവിടെ എന്താ ഇതെന്താ മീൻസ് ഇത് വേറെ ഇത് ഇയർ ഡസൻ കളറിലുള്ള എന്താണ് ലേസ് ആണ് ഫ്രണ്ട്സ്. ഇതൊരു പോലെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും നമ്മുടെ ഓറഞ്ച് വന്നിട്ട് പൂക്കൾ. അതെ ഫ്രണ്ട്സ് ഇവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ പൂക്കൾ വിരിഞ്ഞു. അങ്ങനെ 3 ഈ സൈഡിലും 3 ഈ സൈഡിലും 3 6 പൂക്കളുണ്ട്. എത്ര പൂമ്പാറ്റ? 5 പൂമ്പാറ്റ 6 പൂക്കളും. അപ്പൊ ഏറ്റവും കൂടുതൽ പൂമ്പാറ്റ എനിക്കുള്ള. അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി കമന്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ഓറഞ്ച് വന്നിട്ടുണ്ട് മുന്നിൽ. പിന്നെ ഫ്രണ്ട്സ് ഇവിടെ മൻകാന്റെ ചെറിയ മുത്തുണ്ട് ബ്രോൺസ് കളറിൽ അതൊന്നും ഇല്ല. മൻകാന്റെ എല്ലാരും തക്കുടൂനെ സപ്പോർട്ട് ചെയ്യാം. ഇത് കുറച്ച് രാജാക്കന്മാരെ ഫസ്റ്റ് കളിക്കും. ഇന്ത്യന്റെ പേര് നോക്ക്. പിന്നെ ഇതിന്റെ സൈഡുകൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാം ഫ്രണ്ട്സ്. വിന്നേഴ്സ് നിങ്ങളാണ് കമന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഫ്രണ്ട്സ് ഫ്രണ്ട് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് 1 2 3. ഇനി നമ്മൾ ഈ സൈഡാണ് നോക്കുന്നത്. ഈ സൈഡ് നോക്കി പറയൂ ഫ്രണ്ട്സ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി പറയൂ. ഈ സൈഡിലേക്ക് നോക്കുമ്പോ നോക്കി പറയൂ. ഈ സൈഡാണ് നമ്മൾ നോക്കുന്നത്. എന്താ ഇങ്ങനെ ഫ്രണ്ട്സ്? ഇനി നമ്മൾ ഈ സൈഡാണ് നോക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവിടുന്നാണ് തുടങ്ങുക. ഇനി നമ്മൾ ബാക്ക് ആണ് നോക്കുന്നത്. അതും കണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ എങ്ങനെയാണ് ഫ്രണ്ട്സ്? ഇഷ്ടമായ ഒരു വെറൈറ്റി ഷൂ ഡെക്കറേഷൻ. ഇനി നമ്മൾ ചെരുപ്പ് ടൈമാണ്. 3 ചെരുപ്പ് ഇത് കൊള്ളു ഇൻസാൻക്ക്. അതെ എനിക്ക് കൊള്ളിന്റെ അതേ സൈസാണ്. മിൻസന്റെതാണ് അപ്പൊ രസമില്ലാത്ത തോന്നണത്. ഗൈസ് കണ്ടോ, മിൻസന്റെ ലുക്ക് കിട്ടുന്നില്ല. അച്ചോടാ ക്യൂട്ടാ. ഇനി
നമ്മൾ മൻകാനിടാൻ പോണ കാക്ക എന്താണ് അപ്പൊ ഇന്റത് എവിടെ കാക്ക ലെഫ്റ്റ് റൈറ്റ് ആകെ ആണ് രണ്ട് കാലുള്ളൂ മൻകാന്റെ ഞങ്ങൾക്ക്. റൈറ്റ് ആണ് അടി മൻകാൻ അല്ല ഇന്ത്യ റൈറ്റ് അല്ലെങ്കിൽ അന്റെ അടിന്റെ ആവശ്യമില്ല ഇൻഷ കണ്ടോ? കണ്ടോ ആ ഇത് നല്ല രസമുണ്ടല്ലേ ഒരാളതും അത് ഒരാളതും ഞാൻ എന്റെ ഒഴിവാക്കിയൊക്കെ അതാ രസം ഗൈസ് അപ്പൊ മിൻസന്റെ ഞാൻ ആവശ്യമില്ല കാക്കൊക്കെ ഇങ്ങനെ സങ്കടമായാലും വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനൊന്നുമില്ല ഗൈസ് മിൻസന്റെ രസമില്ലാത്തോണ്ട് കാൽമുണ്ടാവും കൂടും ഗൈസ് ഇത് നോക്കൂ ഇതാണ് ഇതിന്റെ ഭംഗി പറഞ്ഞത് ഇതിന്റെ പോലെ പല ആംഗിളും എടുക്കുന്നുണ്ട് ഇതെന്താ ഈ സിമ്പത്ത് മാത്രമാണ് അതാ എന്റെ മുത്തൊക്കെ മറച്ചെടുക്കണോ ഗൈസ് അയ്യോ ഹനുവിന്റെ അത് തട്ടിച്ച് വിളിച്ച ഞാൻ ആദ്യമായി ചവിട്ടി നോക്കട്ടെ ആ തൊടുമ്പോ ഒക്കെ പോണ്ട് ഗൈസ് അപ്പൊ ഇതാണ് മിൻസന്റെ ഇത്